ഇന്ന് നമ്മൾ തുളസിയില വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒട്ടും തന്നെ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ നീലാമ്പരിയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ മുന്നത്തെ ദിവസം ഹെന്ന പൗഡർ നല്ലപോലെ പേസ്റ്റാക്കി മുടിയിൽ അപ്ലൈ ചെയ്ത് കഴുകി തൊട്ടടുത്ത ദിവസം വേണം നീലാമ്പരിയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അത് മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ട് എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിനായിട്ട് നമുക്ക് കുറച്ച് തുളസിയില വേണം. നല്ല പോലെ ഒരു പിടി തുളസിയില അതിൽ അഴുക്കും പ്രാണികളും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഡെക്കോഷൻ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന തുളസിയില ഉണ്ടല്ലോ അത് നല്ല പോലെ ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ ആയാലും വേണ്ടില്ല 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനും എത്രത്തോളം സഹായിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളപ്പിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് വെള്ളം വറ്റിച്ച് 1 ഗ്ലാസ് ആവുന്നത് വരേക്കും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നല്ല വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ടാണല്ലോ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ചിലർക്കൊക്കെ ഈ ഒരു നീലാമ്പരിയുടെ പൊടി അലർജി പ്രോബ്ലം ഉണ്ടാക്കും. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാത്ത പൗഡർ വെച്ചിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോസുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡെക്കോഷൻ നല്ലതുപോലെ തിളപ്പിച്ച് ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ കുറുക്കി 1 ഗ്ലാസ് ആകുന്നത് വരേക്ക് വേണം കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു ഡെക്കോഷൻ ഉപയോഗിച്ചിട്ടാണ് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഹെയർ ഓയിലായാലും ഹെയർ ഡൈ ആയാലും നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡെക്കോഷൻ ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. പലരും വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഏത് ഹെന്ന പൗഡറാണ് നല്ലതെന്നുള്ളത്. നല്ല ബ്രാൻഡിൻ്റെ നോക്കി നിങ്ങൾക്ക് വാങ്ങാൻ കേട്ടോ. ഞാൻ എപ്പോഴും ഗോദ്രേജിൻ്റെയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാം. എപ്പോഴും ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാത്ത നല്ല ബ്രാൻഡിനെ നോക്കി വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കുറേശ്ശെയായിട്ട് നമ്മൾ ആ ഒരു ഡെക്കോഷൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഓവർനൈറ്റ് ഇതൊന്ന് സെറ്റാകാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നാളെ നമ്മൾ രാവിലെ ഇതെടുത്ത് നോക്കുമ്പോഴേക്ക് നല്ലപോലെ ബ്ലാക്ക് കളറിലായിട്ട് കിട്ടും. അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്കൊരു ഹെയർ സിറം തയ്യാറാക്കാം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മുടി തീരെ കുറവുള്ളവർ ഉള്ളില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഹെയർ സിറം പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുമന്ന ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ തോല് കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഡെക്കോഷൻ ഉണ്ടല്ലോ അതൊരു 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ഇത് നമുക്കൊന്ന് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കണം. ചെറിയ ഉള്ളിയുടെ നീര് നമ്മൾ പതിവായിട്ട് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ ഹെയർ വരുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ള മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 1-2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസം വെച്ച് നിങ്ങൾ അടുപ്പിച്ച് 1 മാസം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. ചെറിയ ചെറിയ മുടികൾ കിളിച്ച് വരുന്നതും അതുപോലെ തന്നെ താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ മാറാനായിട്ട് ഈ ഒരൊറ്റ ഹെയർ സിറം മതി കേട്ടോ. നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അന്നേരം തന്നെ റെഡിയാക്കി നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സിറം നമ്മൾ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നോർമലായിട്ട് നമുക്ക് മുടി വാഷ് ചെയ്തെടുക്കാം. സ്മെൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ.
നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കി വെച്ചിട്ട് ഒരു രാത്രി കഴിഞ്ഞ് കേട്ടോ ഇപ്പം തുറന്ന് നോക്കുമ്പോൾ നല്ല പോലെ സെറ്റായിട്ട് കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളറിലും ടെക്സ്ചറിലും ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇൻഡിഗോ പൗഡർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെന്നയും ഇൻഡിഗോ പൗഡറും എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ പൗഡർ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഹെയർ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഹെന്ന പൗഡർ എടുക്കുമ്പം ഹെയർ ഡൈ സെറ്റാക്കാനെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇതിലേക്ക് ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഹെന്ന പൗഡർ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് 1/2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സമയമെടുത്ത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഡിഗോ പൗഡർ എത്തത്തക്ക രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത സമയത്ത് എല്ലാ ഹെയറും നമുക്ക് ഒരുപോലെ കറുത്ത് കിട്ടത്തുള്ളൂ. ഇല്ല എങ്കിൽ ചില മുടികളൊക്കെ നമുക്ക് ബ്രൗൺ ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ സമയമെടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ ഞാനിപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് 1/2 മണിക്കൂർ ഈ ഒരു ഹെയർ ഡൈ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹെയർ ഡേ നോക്കി എത്ര നല്ല പോലെ ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ആ ഒരു ഹെയർ ഡേയുടെ ടെക്സ്ചറും കൺസിസ്റ്റൻസിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും കൈ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കൈ നല്ലതുപോലെ കറക്കും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ നീലാംബരി പൗഡറൊക്കെ ഉപയോഗിച്ച് ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഹെന്ന പൗഡർ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്തെടുത്ത് അടുത്ത ദിവസം നീലാംബരിയുടെ പൊടി ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. അതും ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വെളുത്ത മുടികളൊക്കെ നല്ലതുപോലെ കറുത്ത് വന്നു തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാത്ത ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.